ടു വൈബ്സ് ഓഫ് ഹാർട്ട്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് പുതുവത്സരമായിട്ട് ഞങ്ങൾ പോകുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ചരിത്രമുറങ്ങുന്ന ഒരു കൊട്ടാരവും അതിനോട് ചേർന്ന പുഷ്പോത്സവവും അലങ്കാര മത്സ്യ പ്രദർശനവും കലാ സാംസ്കാരിക വേദിയും ഭക്ഷ്യമേളയും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള കനകക്കുന്ന് കൊട്ടാരത്തിന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ഈ ഒരു മേള കാണാനായിട്ട് ടിക്കറ്റ് നിരക്കുണ്ട്. അതായത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റിൻ്റെ കൂടെ ഒരു സമ്മാന കൂപ്പൺ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് പൂരിപ്പിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുമോ നോക്കാമല്ലേ. കൊട്ടാരത്തിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തി. വഴിയെല്ലാം കിലോമീറ്ററോളം വിവിധ തരം റോസാപ്പൂക്കൾ, ചെമ്പരത്തി, ഓർക്കിഡ് ഈ വിവിധ ഇനം പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുൻഭാഗമാണ്. ശ്രീമൂലം തിരുനാൾ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന ഈ കൊട്ടാരം ഇപ്പോൾ വിനോദസഞ്ചാരത്തിന് കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള നേപ്പിയർ മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 800 മീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്താണ് കനകക്കുന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കോളനി വാഴ്ചക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതികളിൽ അവശേഷിക്കുന്ന കണികളിൽ ഒന്നാണ് ഈ കൊട്ടാരം. മഹാരാജ ശ്രീമൂലം തിരുനാളിൻ്റെ 1885 മുതൽ 1924 ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ കൊട്ടാരം. പിന്നീട് ഇത് പുതുക്കി പണിയുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കനകക്കുന്ന് കൊട്ടാരത്തിന് വളപ്പിലാണ് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും സൂര്യകാന്തി ഓഡിറ്റോറിയവും ഉള്ളത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ കലാ സാംസ്കാരിക പരിപാടികൾക്ക് പലപ്പോഴും വേദിയാകുന്നത് ഈ ഓഡിറ്റോറിയങ്ങളാണ്. വർഷം തോറും ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നിശാഗന്ധി ഫെസ്റ്റിവൽ എന്ന് കൂടി അറിയപ്പെടുന്ന പ്രശസ്തമായ ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നതും ഇവിടെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇൻഡോറായി സെറ്റ് ചെയ്ത പുഷ്പമേളയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വച്ചതിനു പുറമെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് ഇവിടെ തന്നെ പൂച്ചെണ്ടുകൾ നിർമ്മിക്കുന്നത് കാണാം. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് പിക്സ് കണ്ട് നമുക്ക് പോവാം.
കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുരാതന വസ്തുക്കൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുളകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ അയൺ ബോക്സ്, പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഫോണ്, ടൈം പീസ്, നമ്മൾ കാണാത്ത പല ഉൽപ്പന്നങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാത്രിയിലെ പരിപാടികൾക്കായിട്ട് കുട്ടികൾ റിഹേഴ്സൽ ചെയ്യുന്നുണ്ടായിരുന്നു. മുളക്കാടുകൾ കൊണ്ടോ ആൽമരങ്ങൾ കൊണ്ടോ നല്ല തണലാണ് ഈ ഒരു പ്രദേശം. ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ പകുതി എത്തിയിട്ടുള്ളൂ. ഇനി ബാക്കി കാഴ്ചകളും കൊണ്ട് പോകാം. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ പൂച്ചെടികൾ കൊണ്ടുള്ള പൂക്കളം കാണാമായിരുന്നു. ഇവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിയാൽ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ആമയുടെ രൂപമുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായി പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ ഒരു കൈപ്പത്തി ഉണ്ടായിരുന്നു. നവകേരള കർമ്മ പദ്ധതിയുടെ ഹരിത കേരള മിഷന്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാതൃകയിൽ പഴയ ഓല മേഞ്ഞ കടകളും കാളവണ്ടിയും ഉൾപ്പെടുത്തിയിരുന്നു. പച്ചത്തുരുത്തിന്റെ ഒരു മാതൃകയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോൺസായി ചെടികളാണ്. നല്ല പ്രായമുള്ള മരങ്ങളെ ചട്ടിയിലാക്കി കുള്ള മരങ്ങളാക്കി നട്ടു വളർത്തുന്നതാണ് ബോൺസായി എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 40 വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ അഡ്വഞ്ചറസ് ഗെയിമുകൾ അവർ ഒരുക്കിയിരുന്നു. ഇനി നമുക്ക് ഇവിടെയുള്ള അലങ്കാര മത്സ്യങ്ങൾ കൂടെ കണ്ടുപോകാം. രാജ്യങ്ങളിൽ
തരത്തിലുള്ള മത്സ്യങ്ങളായിരുന്നു ഓരോ അക്വേറിയത്തിലും ഉണ്ടായിരുന്നത്. വിൽപ്പനയ്ക്ക് ആയിട്ട് ചെടികളും ചട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നടന്ന് മറ്റൊരു ഭാഗത്തെത്തി. നഗരവസന്തത്തിന്റെ എക്സിബിഷൻ പാവലിനാണ്. പലതരം പച്ചക്കറി വിത്തുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ പല വെറൈറ്റി അച്ചാറുകളും ഉണ്ട്. അതുപോലെ ഡ്രസ്സിന്റെ സ്ഥലങ്ങളിലെല്ലാം നല്ല വിലക്കുറവിലായിരുന്നു വിൽക്കുന്നത്. അതുപോലെ പലതരം ഫ്ലേവറിലുള്ള അലുവകള്. മറ്റൊരു സ്റ്റാളില് പഴയകാല മിഠായികൾ വിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ച പുളിമിഠായി, ജീരക മിഠായി, പുളിയച്ചാർ തുടങ്ങി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ മിഠായികൾ ഇവിടെ ഒരുക്കിയിരുന്നു. കൂടാതെ ഫാൻസി ഐറ്റംസ്, കുട്ടികളുടെ ടോയ്സ്, അങ്ങനെ പല സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ അവസാന ഭാഗമായ ഫുഡ് കോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ തിരുവനന്തപുരമാണ് ഈ ഒരു കഫേ നടത്തുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമ്മൾ 100-ന്റെയും 200-ന്റെയും എല്ലാം കൂപ്പണുകൾ വാങ്ങിയിട്ടാണ് ഓരോ സ്റ്റാളിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കുക. ഞങ്ങളിവിടെ വാങ്ങിയത് കോഴിക്കോടിൻ്റെ ദം ചിക്കൻ ബിരിയാണിയും തിരുവനന്തപുരത്തിൻ്റെ പിടിക്കോഴിയുമാണ്. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു രണ്ടും. ഓരോ ജില്ലകൾക്കും പ്രത്യേക സ്റ്റാളുകളായിട്ടാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്.
അവരുടേതായ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഒരുക്കിയിരുന്നു ഈ മേളയിൽ. ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. രാത്രിയിലെ കാഴ്ചകൾ ഒന്നും കൂടെ മനോഹരമാണ്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ലെങ്ത് കൂടുന്ന കാരണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.